Hi all, welcome to ONCE. KTU syllabus in the Design of Concrete Structures, Module 1 വരുന്ന Shear Design, Limit State of Collapse and Shear. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷിയർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബീമിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യാണ്, അപ്പോൾ ആ ബീമിന് ഉണ്ടാവുന്ന ഒരു ടെൻഡൻസി ടു ഷിയർ ബിറ്റ്വീൻ ദിസ്, അതായത് തെന്നിപ്പോവുക എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. അങ്ങനെ ഒരു എഫക്റ്റിനെ നമ്മൾ ഷിയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ മേ ഹാപ്പൻ ഇൻ ദ ബീം ഇഫ് യു ആർ നോട്ട് ഡിസൈനിങ് ഫോർ ഷിയർ. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ ഷിയർ എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് നമ്മുടെ യൂഷ്വൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ IS 456 സ്പെഷ്യലി ഷിയർ ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോഴും ഷിയർ ഡിസൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദർ ആർ സം പ്രൊവിഷൻസ് ഗിവൺ ഇൻ ദ ഫോർ ദ ഡിസൈൻ ഓഫ് ദി ഷിയർ. ഷിയറിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഷിയർ ഇൻഷുവേഴ്സ് ദാറ്റ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഫെയിൽ സഡൻലി ഡ്യൂ ടു ദി ഷിയർ. ബിക്കോസ് ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പുള്ള സെഷൻസിലൊക്കെ പറയുന്ന പോലെ ഒരു ബ്രിട്ടിൽ ഫെയിലിയർ ആണ്. നമ്മൾ പറഞ്ഞല്ലോ കോൺക്രീറ്റ് ഫസ്റ്റ് ഫെയിൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രിട്ടിൽ ആൻഡ് സഡൻ ഫെയിലിയർ ഉണ്ടാവും. അതേപോലത്തെ ഒരു ഫെയിലിയർ ആണ് ഷിയറിന്റെ ഫെയിലിയർ. അതുകൊണ്ട് തന്നെ the limit state method does not allow any shear failure. Shear എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സഡൻ ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ വി ആർ നോട്ട് റെക്കമെൻഡിങ് എനി ഷിയർ ഫെയിലിയർ. സോ ഷിയർ ഡിമാൻഡ് ഓർ ഷിയർ ഫെയിലിയറിനുള്ള ഡിസൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വൈൽ ഡിസൈനിങ് IS 456. Okay, and we can see page number 72 in IS 456. IS 456 പേജ് നമ്പർ 72ഉം 73ഉം ഫുള്ളി കവറിങ് വാട്ട് ദ ഡീറ്റെയിലിംഗ് ഓഫ് ദി ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇക്വേഷൻസ് വരുന്നത്, എന്താണ് യൂഷ്വൽ പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പേജ് നമ്പർ 72, 73 ഓഫ് IS 456 ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് വാട്ട് ഇസ് ഷിയർ നമ്മൾ പറഞ്ഞു. ഷിയർ എന്ന് പറയുന്നത് സ്ലൈഡിങ് ആണ്, സ്ലൈഡിങ് എഫക്റ്റ് ആണ്. സ്ലൈഡ് വൺ പാർട്ട് ഓഫ് ദി ബീം ഓവർ ദി അതർ, രണ്ടും തമ്മിൽ തിന്നി പോവാന്ന് പറയും, സ്ലൈഡ് ചെയ്ത് പോവാം. ആ ഒരു എഫക്റ്റിനാണ് നമ്മൾ ഷിയർ എന്ന് പറയുന്നത്. സോ മാക്സിമം എവിടെയായിരിക്കും ഷിയറിന്റെ? ഷിയർ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പറഞ്ഞു മൊമെന്റ് എന്ന് പറയുന്നത് മാക്സിമം എപ്പോഴും സെന്ററിലോ അല്ലെങ്കിൽ ലോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മൊമെന്റ് ഉണ്ടാവുക. കാരണം എവിടെയാണോ ലോഡ് വരുന്നത് അങ്ങോട്ടാണ് ഇതിന് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ തെന്നിപ്പോവാനും ഷിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ സപ്പോർട്ട്സിലായിരിക്കും. കാരണം സപ്പോർട്ടായിരിക്കും കണ്ടിന്യൂറ്റി കുറവും. സപ്പോർട്ടാണല്ലോ കുറച്ചും കൂടി ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വീക്കായിട്ട് നിൽക്കുന്ന പോർഷൻസ്. അപ്പോൾ ഇവിടെ വച്ചിട്ടാണ് ഷിയർ ചെയ്ത് പോകാനും ഷിയർ കൂടുതൽ മാക്സിമം വരുന്നത് മിക്കവാറും സ്ട്രക്ചേഴ്സിൻ്റെ സപ്പോർട്ട്സിലായിരിക്കും. സോ ഷിയർ ഡിസൈൻ ചെയ്യുമ്പോൾ സപ്പോർട്ട്സ് ആയിരിക്കും മേ ബി മെയിൻലി ഫോക്കസ്. അല്ലെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കൊടുക്കേണ്ടത് ഒരു സ്ട്രക്ചറിന്റെ സപ്പോർട്ട്സിലായിരിക്കും. So it is maximum, shear will be maximum at the supports. Then what's shear failure? Shear failure means if the concrete alone cannot resist the shear, diagonal cracks will happen. Diagonally crack vannodu. Diagonal tension cracks will form and suddenly it's break down the beam. Okay, ഈ ഷിയർ ഡിമാൻഡിനെ വരുന്ന ലോഡ് കൊണ്ടുള്ള ഷിയർ ഡിമാൻഡിനെ ഈ ബീമിന് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചറിന് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ? ഡയഗണൽ ടെൻഷൻ ക്രാക്സ് വന്ന് ഇത് സഡൻലി കൊളാപ്സ് ആകും. സോ ചെക്സ് ഷിയർ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഷിയർ കപ്പാസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഷിയർ ഡിമാൻഡ്. എപ്പോഴും ഷിയർ റെസിസ്റ്റൻസും ഷിയർ കപ്പാസിറ്റിയും ആരേക്കാളും കൂടുതലായിരിക്കണം? ഷിയർ ഡിമാൻഡിനേക്കാളും. അത് ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കണം അതിൻ്റെ കപ്പാസിറ്റിയും റെസിസ്റ്റൻസും. അങ്ങനെയാണെങ്കിൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ ഈസ് സേഫ് അണ്ടർ ഷിയർ. ഓക്കെ, ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ചെക്ക്. ഇനി ലിമിറ്റ് സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് IS 456 എന്തൊക്കെയാണ് നമ്മളോട് ഷിയറിന് വേണ്ടിയിട്ടുള്ള ചെക്കിന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് കുറച്ച് ലോഡ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഓക്കെ. പക്ഷെ അതിന് ഷിയർ ഡിമാൻഡ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എത്രത്തോളം ആ ലോഡ് കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന് ഷിയർ വരും, അങ്ങനെ ഷിയർ ഡിമാൻഡ്. സോ ഷിയർ ഫോഴ്സ് ഫ്രം അനാലിസിസ് അറ്റ് എ സെക്ഷൻ നമ്മളെപ്പോഴും കിലോ ന്യൂട്ടണിലാണ് ഷിയറിന്റെ ഷിയർ ഫോഴ്സ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ഫോഴ്സ്. സോ ഇറ്റ്സ് യൂണിറ്റ് വിൽ ബി കിലോ ന്യൂട്ടൺ.
ഓർ ന്യൂട്ടൺ. ഓക്കെ, കിലോമീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടണിലൊക്കെ ആയിരിക്കും, കാരണം ഇറ്റ് ഈസ് ലൈക്ക് എ ഫോഴ്സ് ആണ് ഷിയർ, മൊമെന്റ് ഒന്നും പോലെയല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഷിയർ ഡിമാൻഡ് വി യു. ദെൻ എന്ത് ചെയ്യണം, ഷിയർ സ്ട്രെങ്ത് ടോസി കണ്ടുപിടിക്കണം. എത്രയാണ് നമ്മുടെ പെർട്ടിക്കുലർ ഷിയർ സ്ട്രെങ്ത്? ഈ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഹാസ് ലിമിറ്റഡ് ഷിയർ റെസിസ്റ്റൻസ് ആണ്. ടോസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് നമ്മളുടെ IS 456 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ IS 456 ഈ ടേബിൾ നമ്പർ 19 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കറസ്പോണ്ടിങ് ബീമിൻ്റെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സെക്ഷൻ്റെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ടോസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടേബിളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? 100 AST/BD. ഐദർ നമുക്ക് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് തന്നിട്ടുണ്ടാവും. 100 × AST/BD ചെയ്ത് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്, 100 × ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ 1% ആണ് അതിൻ്റെ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 1% ആണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ളതെങ്കിൽ എൻ്റെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M15, M20, M25, M30, 35 അബവ്. ഇപ്പം എൻ്റെ പെർട്ടിക്കുലർ കോൺക്രീറ്റ് ഗ്രേഡ് M30 ആണെങ്കിൽ അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ടോസിയുടെ വാല്യൂ 0.66 ആണ്. Okay, if my steel percentage is 1%, which is given in the question, and my steel grade is M30, then I can work out ടോസി as 0.66. അതായിരിക്കും അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്. അങ്ങനെയാണ് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഫ്രം ദി ടേബിൾ ഗിവൺ ഫ്രം ദി IS 456. ഈ ടോസി എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഗ്രേഡിനെയും സ്റ്റീൽ പെർസെൻറ്റേജിനെയുമാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഷിയർ സ്ട്രെസ് കമ്പയർ ചെയ്യണം. നമുക്ക് നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഈ നോമിനൽ ഷിയർ സ്ട്രെസ് നമ്മുടെ ഷിയർ സ്ട്രെസ്സോട് കമ്പയർ ചെയ്യണം. ഈ ഇക്വേഷൻസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലൊക്കെ ഈ ഇക്വേഷൻസ്, പ്രത്യേകിച്ച് ടോവിയുടെ ഇക്വേഷൻ, നമുക്കിവിടെ വീയുടെ ഇക്വേഷൻ, ടോവിയുടെ ഇക്വേഷൻസ് എല്ലാം ഈ 70-72 നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് കോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കോഡിൽ നിന്ന് ക്ലോസ് 40.1 കാണാം. ടോവി ഈസ് ഈക്വൽ ടു VU/BD ആണ്. ടോവി ഈസ് ഈക്വൽ ടു VU/BD. ഈ VU എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഫസ്റ്റ് സ്റ്റെപ്പിൽ, ഷിയർ ഡിമാൻഡ്. ഈ ഷിയർ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. അതാണ് നമ്മുടെ നോമിനൽ ഷിയർ ടോവി. ഓക്കെ, വേർ B എന്ന് പറയുന്നത് വിഡ്ത്ത്, D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത്. ദെൻ ഈ കണ്ടുപിടിച്ച ടോവി ഷുഡ് ബി ലെസ് ദാൻ ടോസി. ഓക്കെ, കാരണം നമുക്ക് ആകെയുള്ള നമ്മളുടെ ഷിയർ സ്ട്രെങ്ത്, നമ്മുടെ പെർട്ടിക്കുലർ സെക്ഷൻ്റെ ഷിയർ സ്ട്രെങ്ത് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് കണ്ടുപിടിച്ചു ടോസിയാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ ഡിമാൻഡ്, ടോവി എന്ന് പറയുന്നത്. ഈ ടോവി എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ടോസി. നമ്മുടെ കഴിവിലും കുറവായിരിക്കണം, നമുക്കുള്ളതിനേക്കാളും കുറവായിരിക്കണം. ടോവി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇറ്റ് മേ ബി ഈക്വൽ. ടോവി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോസി ആയിരിക്കണം. നമുക്ക് നമ്മുടെ പെർട്ടിക്കുലർ സെക്ഷനുള്ള ടോസിനേക്കാളും കുറവായിരിക്കണം നമ്മുടെ നോമിനൽ ഷിയർ ടോവി. സോ if this condition is okay, then we can say this concrete alone can take the shear. ഷിയറിന് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഷിയർ എടുക്കാൻ പറ്റും. ഷിയർ ഫെയിലിയർ അവിടെ ഉണ്ടാവില്ല. സോ മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ഓക്കെ, ദാറ്റ് ഇസ് ടോവി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോസി ആണെങ്കിൽ സേഫ് ഇൻ ഷിയർ, മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. ബട്ട് ഇപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ടോസി ആണെങ്കിലോ, ഇഫ് ടോവി ഈസ് ഗ്രേറ്റർ ദാൻ ടോസി ആണെങ്കിൽ എന്ത് സംഭവിക്കും? വി ഹാവ് ടു ഗീവ് സം ഷിയർ റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ സ്റ്റിറപ്പ്. സ്റ്റിറപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ റെക്ടാങ്കുലർ സെക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ബീമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ബീമിൻ്റെ റീൻഫോഴ്സ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ പെർട്ടിക്കുലർ ബീമിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പിൽ കോളംസ് ആയിട്ട് അങ്ങനത്തെ ഉള്ള ഒരു റെക്ടാങ്കുലർ റീൻഫോഴ്സ്മെൻ്റ് ആണ് സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. സ്റ്റിറപ്പ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഫോർ ഇഫ് ടോവി ഇസ് ഗ്രേറ്റർ ദാൻ ടോസി ആണെങ്കിൽ. ഇനി ഇവിടെ വരെ ഓക്കെയാണ്. ഇനി നമ്മൾ മാക്സിമം ഷിയർ കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ക്രഷ് ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം അതിന് എത്ര ഷിയർ ഉണ്ട്, ദാറ്റ് ഈസ് ടോസി മാക്സ്. ആ ടോസി മാക്സും നമ്മൾ ടേബിൾ
ടേബിൾ 20 ഓഫ് IS 456 കൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ടേബിൾ 20 ഓഫ് IS 456 ദാറ്റ് ഇസ് മാക്സിമം ഷിയർ ടോസി മാക്സ്. ഈ ടോസി മാക്സിനെ പറ്റി 40.23 മുതൽ 41.31 ക്ലോസസിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ടോസി മാക്സ് കണ്ടുപിടിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെക്ഷന്റെ? നമുക്ക് കോൺക്രീറ്റിന് ഗ്രേഡ് തന്നിട്ടുണ്ട്, M to 15, 20, 25, 30, 35, 40 and above. കറസ്പോണ്ടിങ് ടോസി നമുക്ക് 2.5, 2.8, 3.1, 3.5, 3.74 ഇങ്ങനെ ടോസി മാക്സിന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം M25 ആണ് എൻ്റെ ഗ്രേഡെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ടോസി മാക്സ് 3.1 Nm/mm² ആയിരിക്കും. മാക്സിമം ഷിയർ M25 കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്നത് 3.1 ഉള്ളൂ എന്നാണ് കോഡ് പറയുന്നത്. മാക്സിമം M35 എടുക്കാൻ പറ്റുന്നത് 3.7 ഉള്ളൂ. ഡയറക്ട്ലി നിങ്ങൾക്ക് ടോസി മാക്സിന്റെ വാല്യൂ ആസ് പെർ അവർ കോൺക്രീറ്റിന്റെ ഗ്രേഡിനനുസരിച്ച് ഫിക്സ് ചെയ്യാം. ആൻഡ് ദിസ് ടോസി മാക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓൾ ദിസ് ടോസി ടോവി. ഈ ടോവിനേക്കാളും ടോസിനേക്കാളും എല്ലാം വലുത് ആരായിരിക്കണം? ടോസി മാക്സ് ആയിരിക്കണം. കാരണം ദാറ്റ് ഈസ് ദ മാക്സിമം ലിമിറ്റ് ദാറ്റ് ഈസ് അലൗഡ് ബൈ ദി കോഡ്. അതിൽ കൂടാൻ പാടില്ല. ഓക്കെ, സോ ടോസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് ആസ് പെർ ടേബിൾ 20 ഓഫ് IS 456. ഈവൻ ഇതിപ്പോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, ഇഫ് ടോസി അല്ല വലുതെങ്കിൽ ഈവൻ ഷിയർ റീൻഫോഴ്സ്മെന്റ് ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊണ്ടും ഷിയർ ഫെയിലിയറിനെ സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിലുള്ള ഡിസൈൻ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ടോസി is greater than TOVI, then it is okay. But if TOSI is less than TOVI ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഹൗ വി ആർ പ്രൊവൈഡിങ് ദ ഷിയർ റീൻഫോഴ്സ്മെന്റ്? എങ്ങനെയാണ് ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്? അപ്പൊ എക്സ്ട്രാ ഷിയർ റീൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കണം. നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഒക്കെ നമുക്ക് IS 456 ക്ലോസ് 40.4 ഇക്വേഷൻസ് ആണ്. എങ്ങനെയാണ് ഡിസൈൻ ഓഫ് ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്? അപ്പൊ ഡിസൈൻ ഓഫ് ഷിയർ റീൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഷിയർ റീൻഫോഴ്സ്മെന്റ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ സ്റ്റെറപ്പ് എത്രയാണ് നമ്മൾ ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്? ദാറ്റ് ഈസ് VUS വിച്ച് ഇസ് ഈക്വൽ ടു ഷിയർ ഡിമാൻഡ് VU മൈനസ് ടോസി ഇൻറ്റു BD. ഈ ഇക്വേഷൻ നമുക്ക് കോഡിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്ന ഇക്വേഷനേ ഉള്ളൂ ഇത്. ദെൻ VUS ഇസ് ഈക്വൽ ടു വാട്ട്? 0.87 FY ASP D/S. ഈ ഇക്വേഷനും വെർട്ടിക്കൽ സിറപ്പിനുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് കോഡിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. 0.87 FY ASV. ഈ ASV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറപ്പ് ഉണ്ടല്ലോ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റിറപ്പ്, അതിൻ്റെ ഏരിയയാണ്, അല്ലാതെ മെയിൻ സ്റ്റീൽ ബാറിന്റെ ഏരിയ അല്ല. ASV എന്നാണ് അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 8 mm 2 ലെഗ്ഡ് സ്റ്റിറപ്പാണ് കൊടുക്കുന്നതെങ്കിൽ 2 × π/4 × 8² അതായിരിക്കും അതിന്റെ ഏരിയ. ലൈക്ക് വൈസ് ആ ഒരു സ്റ്റിറപ്പിന്റെ ഏരിയയാണ് ഈ ASV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്പേസ് ഫോർ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ, വെർട്ടിക്കലായിട്ട് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റിറപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ VUS ഇസ് ഈക്വൽ ടു 0.87 FY ASP D/S. ഓക്കെ, S എന്ന് പറഞ്ഞ സ്പേസിംഗ് ആണ്. ആൻഡ് ഹൗ വി ഫൈൻഡ് ഔട്ട് സ്പേസിംഗ്? ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ബൈ ദി കോഡ്. കോഡ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ട് സ്പേസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 0.87 FY ASP D/S ആണ്. നമുക്ക് VUS ഓൾറെഡി ഇവിടെ അറിയാം, കിട്ടി. സോ സ്പേസിംഗ് വിൽ ബി ഈക്വൽ ടു 0.87 FY ASP D/VUS ഷിയർ ഡിമാൻഡ്. ഓക്കെ, സോ സ്പേസിംഗ് കിട്ടും. അപ്പൊ ഇത്രയും സ്പേസിംഗിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയുമുള്ള ഒരു സ്റ്റിറപ്പ് നമുക്ക് ഇത്രയും സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇതാണ് നമ്മുടെ ഷിയറിന്റെ ഡിസൈൻ വരുന്നത്. എങ്ങനെയാണ് ഷിയർ ഡിസൈൻ ചെയ്യുന്നത്, സ്റ്റിറപ്പ് ഡിസൈൻ ചെയ്യുന്നത്? ഇനി മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് കോഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്താലും നമുക്ക് കിട്ടിയാലും വി നീഡ് ടു ചെക്ക് ഇത്രയും മിനിമം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന് മിനിമം ഇത്രയും ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കണം എന്നാണ് കോഡ് പറയുന്നത്. അത് പറയുന്ന ക്ലോസ് 26.5.16 പേജ് നമ്പർ 47 IS 456 നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാം. മിനിമം ഷിയർ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡഡ് ദാറ്റ് ഈസ് ASV/BS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4/0.87 FY. ഓക്കെ, ASV എന്ന് പറഞ്ഞാൽ ആസ് ഈ സെഡ് സിറപ്പിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ ഇൻറ്റു സ്പേസിംഗ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4/0.87 FY. അതാണ് നമ്മുടെ മിനിമം
മിനിമം ഷിയറിൻ്റെ ചെക്ക്. ആ ചെക്കൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഷിയർ ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു വാലുവേറ്റേഴ്സിൻ്റെ ഒരു നമ്മളോടുള്ളൊരു ഇംപ്രഷൻ കൂടി നമുക്ക് നല്ല കറക്റ്റ് ഒരു മാർക്കും മിസ്സാക്കാതെ നമുക്ക് ആ ഒരു കാരണം ഇതെല്ലാം നമുക്ക് റെഡിലി അവൈലബിൾ ഇൻ കോഡാണ്. ആ ഇക്വേഷൻസിലൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ യു ഡോണ്ട് ഡ്രോപ്പ് ദിസ് ഇക്വേഷൻസ്, ദീസ് കാൽക്കുലേഷൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സഡൻ ഫെയിലിയർ ഡ്യൂ ടു ഷിയർ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഷിയർ റീൻഫോഴ്സ്മെന്റിൽ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഷിയർ റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഷിയർ ഡിമാൻഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഷിയർ കപ്പാസിറ്റി. ഷിയർ കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ് ഇഫ് ഷിയർ ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഷിയർ കപ്പാസിറ്റി. ഷിയർ കപ്പാസിറ്റിനേക്കാളും വന്നിരിക്കുന്ന കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ് അതിന് ഡിമാൻഡിങ്, ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എപ്പോഴും ഫെയിൽ ആകും. സോ വി ഹാവ് ടു ഡിസൈൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്? ഷിയർ കപ്പാസിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഷിയർ ഡിമാൻഡ്. എപ്പോഴും ഷിയറിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഷിയറിന്റെ റെസിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഷിയർ ഡിമാൻഡ്. എന്നാലാണ് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് സേഫ് ആവുള്ളൂ, സേഫ് ഇൻ ഷിയർ ആവുള്ളൂ. ആൻഡ് 3 കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ടോവി എപ്പോഴും ടോവി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോസി. ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോസി ആണെങ്കിൽ സേഫ്, ടോട്ടലി സേഫ് ആണ്. മിനിമം എന്തെങ്കിലും സ്റ്റിറപ്പോ എന്തെങ്കിലും ഒരു മിനിമം റീൻഫോഴ്സ്മെന്റ് ഷിയർ റീൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. അതിനുവേണ്ടി എക്സ്ട്രാ VUS ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്ട്രാ സ്റ്റെപ്സ് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് വരുന്നതെങ്കിൽ. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷൻ വരികയാണെങ്കിൽ ടോസി ലെസ് ദാൻ ടോവി ആണ്, ടോസി ഈസ് ലെസ് ദാൻ ടോവി ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ പിന്നെയും ടോസി മാക്സുമായിട്ടും ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കണ്ടീഷനിൽ ടോസി ഈസ് ലെസ് ദാൻ ടോവി ആൻഡ് ലെസ് ദാൻ ടോസി മാക്സ്. അപ്പൊ കുഴപ്പമില്ല, കാരണം ടോസി മാക്സിനേക്കാളും ചെറുതാണ് ഇവർ രണ്ടുപേരും. പക്ഷെ എങ്കിൽ പോലും ടോവി ഈസ് ഗ്രേറ്റർ ദാൻ ടോസി ആണ്. ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്റ്റിറപ്പ് ഡിസൈൻ ചെയ്യണം. എങ്ങനെയാണ് സ്റ്റിറപ്പ് ഡിസൈൻ ചെയ്യേണ്ടത്? ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ സ്റ്റിറപ്പ് ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമതൊരു കണ്ടീഷൻ വരും. ഈ ടോവിയും ടോസിയും, അതായത് ടോവി വരുന്നത് നമുക്ക് കിട്ടുന്ന ഈ ടോവി പോലും ടോസി മാക്സിനേക്കാളും ഗ്രേറ്റർ ആണ്. ഈ ടോവി എന്ന് പറയുന്നത് ടോസി മാക്സിനേക്കാളും ഗ്രേറ്റർ ആണ്, മാക്സിമം ഷിയർ കപ്പാസിറ്റി ഷിയറിനേക്കാളും കൂടുതലാണ്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈവൻ ഷിയർ റീൻഫോഴ്സ്മെന്റ് പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസിൽ വി ഹാവ് ടു ഇൻക്രീസ് ദ ബീം സൈസ് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇത് ടോട്ടൽ അൺസേഫ് ആണ്. ഈവൻ ഷിയർ റീൻഫോഴ്സ്മെന്റ് ഡസ് നോട്ട് effectively work for this condition, so that we have to redesign the section. So shear failure is sudden, so that the code does not allow any shear failure in the particular section. So the shear design should be very precise and very accurate. Need to do the shear reinforcement accurately, because the code is not recommending any shear failure. So code is strict about the shear design. So ഷിയറിൻ്റെ ഞാൻ പറഞ്ഞു പല ലെഗ്ഡ് സ്റ്റിറപ്സ് ഉണ്ട്. ഇത് 1 ലെഗ്ഡ് സ്റ്റിറപ്പാണ്. ലൈക്ക് ഇങ്ങനെ നമ്മൾ 2 ഇത് വെക്കുന്നതിന് 2 ലെഗ്ഡ് സ്റ്റിറപ്സ് എന്ന് പറയും. സോറി, ദിസ് ഇസ് 4 ലെഗ്ഡ്. ഇവിടെ 1 2 3 ഈ 2 1 2 3 4 ഇങ്ങനെ 4 ലെഗ് വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതെല്ലാം ലെഗ്സ്. ഇത് ഈ ഒരു റീജിയനാണ് ലെഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പം 1, ഇത് 2 ലെഗ്, ഇത് 2 ലെഗ്. സോ 1 2 3 4 5 ഇങ്ങനെ വരികയാണെങ്കിൽ 5 ലെഗ് ആണെന്ന് പറയും. ദെൻ ലൈക്ക് വൈസ് ഇത് 4 ലെഗ്ഡ്, ഇതാണെങ്കിൽ 1 ലെഗ്ഡ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ 3 ലെഗ്ഡ് എന്ന് പറയും. അങ്ങനെ പെർട്ടിക്കുലർലി നമ്മൾ 1 ലെഗ്ഡ് 2 ലെഗ്ഡ് 3 ലെഗ്ഡ്. ഇപ്പൊ 2 ലെഗ്ഡ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? 2 ലെഗ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, അപ്പം 2 ലെഗ്, അതായത് റെക്ടാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ എപ്പോഴും സ്റ്റിറപ്പ് കൊടുക്കുന്നത്, അതിൻ്റെ നമ്പർ ഓഫ് ലെഗ്സിനനുസരിച്ച്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെഗ്സ് ആർ ദർ ഇൻ ദ സ്റ്റിറപ്സ്: 2 legged, 4 legged, 6 legged, etc. And these are needed in reinforced concrete to provide varying level of നമ്മുടെ ഷിയർ ഡിമാൻഡിനെ ഷിയർ റെസിസ്റ്റൻസിൻ്റെ ലെവലിനനുസരിച്ചാണ് നമ്മൾ എത്രത്തോളം ലെഗ്ഡ് സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. To support multiple longitudinal bars and handle higher load demands. So ensuring structural integrity, preventing buckling, distributing loads evenly, effectively, especially larger beams, columns and high-rise buildings.
where shear stress and compression are significant. So these are the main thing. ഇതൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് വൈൽ വി ആർ ഡിസൈനിങ് ദ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്. ഷിയർ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒരുപാട് ഡിസൈൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്കിനി വരും സ്ലൈഡ്സിലൂടെ, വരും സെഷൻസിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.